ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇന്ന് ഒരു മതപഠന ക്ലാസ് പരമ്പരയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം ജനായിസ് എന്ന വിഷയമാണ്. അതായത് മരണവും അനുബന്ധവുമായ വിഷയങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ജീവിതം, മരണം, ജന്മം, മരണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ നമുക്കറിയാവുന്നതാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ആയത്തിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചവൻ. അവൻ പരമാധികാരമുള്ളവനും എല്ലാറ്റിനും ശേഷിയുള്ളവനുമാണ്. അള്ളാഹുവിന്റെ ആ അപാരമായ കഴിവിന്റെ ഒരു സൂചനയാണ് അള്ളാഹു മരണത്തെ സൃഷ്ടിച്ചു, അതുപോലെ ജീവിതത്തെ, ജന്മത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കഴിവിന്റെ ആ വൈപുല്യം, അതിന്റെ പ്രാപ്തി, അത് വിളിച്ചോതുന്നതും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതുമാണ്. ഈ മരണവും ജീവിതവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, അതിന്റെ ഒരു രൂപം, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് സൽക്രമം ചെയ്യുന്നവൻ എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ വരാനാണ് ഇങ്ങനൊരു ജീവിതം സൃഷ്ടിച്ചിരിക്കുന്നത്, ഇങ്ങനൊരു ജന്മവും മരണവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പ് എല്ലാം വിളിച്ചോതുന്നതാണ് വഹുവൽ അസീസുൽ ഗഫൂർ. അള്ളാഹു പ്രതാപിയാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ് എന്ന് വിളിച്ചോതുന്നതാണ് ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം. അതിന്റെ വിശദവശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒറ്റവാക്കിൽ, ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത്, ജന്മവും മരണവും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പിന്റെ ഒരു ലക്ഷണമാണ്, അതിന്റെ ഒരു സൂചനയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്തു ആലു ഇമ്രാനിലാണ് ഈ ആയത്ത്. എല്ലാ മനുഷ്യനും മരണത്തെ രുചിക്കുന്നതാണ്, മരണം അനുഭവിക്കുന്നതാണ്. എന്നാൽ പരലോകത്ത് അന്ത്യനാളിൽ എല്ലാവർക്കും അവരവരുടെ പ്രവർത്തനങ്ങൾ നന്മക്കും തിന്മക്കും അനുസരിച്ച് അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അവിടെ ഒരാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും പറ്റുന്ന രീതിയിലാണ് ഒരാളുടെ പ്രവർത്തനമെങ്കിൽ ഫഖദ് ഫാസ, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്, അതിനെ ഒരാൾ ലക്ഷ്യം വെച്ചു പോയാൽ അതൊരു വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നു മാത്രമാണ്. അതേസമയത്ത് പരലോകത്തേക്കുള്ള വഴിയായി ദുനിയാവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് രക്ഷപ്പെടാനുള്ള വഴിയാണ്. ദുനിയാവിനെ ആത്യന്തികമായി എടുക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടാനുള്ള വഴിയുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എപ്പോഴും തൗബ ചെയ്ത്, അതുപോലെ ധാരാളം എനിക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നും, ആ ജീവിതത്തിൽ അവിടെ വലിയ ആളാകണം, അവിടെ ഉന്നതനാകണം, വിജയിയാകണം എന്ന ലക്ഷ്യം വെച്ച് ജീവിക്കാൻ എല്ലാവർക്കും പറ്റണം. ആ രീതിയിൽ മരണത്തെ ഓർക്കുക, മരണശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക, തൗബ ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്താണ്. എപ്പോഴും ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ നമ്മൾ വന്നുവിട്ടു പോവുകയോ ആരെങ്കിലുമായി എന്തെങ്കിലും ബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നാം പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക എന്നത് പൊതുവിൽ സുന്നത്താണ്. ഒരു രോഗിയായാൽ നമുക്കത് കൂടുതൽ സുന്നത്താണ്. ഏതൊരു രോഗവും മരണത്തിന്റെ ഒരു ഒന്നാം പടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് രോഗത്തെയും നാം മരണത്തെ ഒന്നുകൂടി ഓർമ്മിക്കാനും ഒന്നുകൂടി ഒരുങ്ങാനും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഘട്ടം കൂടിയാണ് രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗിക്ക് ഈ പറഞ്ഞതൊക്കെ കൂടുതൽ ശക്തമായ സുന്നത്താണ്. എനിക്കൊരു മരണമുണ്ട്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഈ ജീവിതം എന്ന ബോധത്തിലേക്ക് ജീവിതത്തെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കൽ എല്ലാവർക്കും സുന്നത്താണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. മരണം എന്ന് പറയുന്ന സർവ രസങ്ങളെയും മുറിച്ചു കളയുന്ന ആ ഒരു സത്യത്തെ, ആ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കണം. ഇമാം തുറൂദി റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, ഹാക്കിം, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്,
മരണം ആഗ്രഹിക്കുക. അതൊരു ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, ഉഹ്റവിയായ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടി മരണത്തെ ആഗ്രഹിക്കുന്നത് കറാഹത്താണ്. ഒന്ന് മരിക്കുക എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ മൂല്യം അതറിയാത്തവനാണ് മരണത്തെ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ മൂല്യം അറിയുന്നവൻ ഈ ജീവിതത്തിന്റെ മൂല്യം എന്തിനുപയോഗപ്പെടുത്തണം? പരലോക ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ രീതിയല്ല. ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത് ലിദുർരിൻ അസ്വാബഹു, ഒരു പ്രയാസം വന്നുപെട്ടതിന്റെ പേരിൽ നിങ്ങളിൽ ആരും മരണത്തെ ആഗ്രഹിക്കരുത്. ഫൈൻ കാന ലാബുദ്ദ ഫായിലൻ, അനിവാര്യമായ ഒരു ഘട്ടം വന്നുപെടുകയാണെങ്കിൽ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. വല്ലാതൊരു പ്രയാസം വന്നുപെടുകയാണ്, വേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദന ജനകമായ ഒരു രോഗം കലശലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരൊരു സാഹചര്യമാണെങ്കിൽ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ, ഹയാത്ത് ജീവിതം ഖൈറാണെങ്കിൽ എനിക്ക് ജീവിതം നൽകണേ, മരണം ഖൈറാണെങ്കിൽ ഖൈറായ രീതിയിൽ മരണം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിരുപാധികം പറയുന്നത് ജീവിതം എന്ന മൂല്യത്തെ ഉൾക്കൊള്ളാതിരിക്കലാണ്. ജീവിതം എന്ന മഹത്തായ ദാനത്തെ, അള്ളാഹുവിന്റെ ദാനത്തെ ഒരു അവജ്ഞയോടെ തള്ളലാണ്. അതെപ്പോഴും നന്ദി കേടാണ്, ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി മരണം എന്ന വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചികിത്സ. മരണവുമായി അനുബന്ധപ്പെട്ട് രോഗങ്ങൾ എല്ലാവർക്കും പൊതുവെ ഉണ്ടാകാം. രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഉൾക്കൊള്ളുകയും, രോഗം എന്ന് പറയുന്നത്, രോഗവും ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരം വന്നതാണ് എന്ന് ഉൾക്കൊള്ളുകയും, രോഗം വന്നാൽ ആ മഹത്തായ ആരോഗ്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്നാൽ ആരോഗ്യം ഉണ്ടാകുമ്പോൾ എപ്പോഴും ശുക്ർ ചെയ്യുകയും, രോഗമുണ്ടാകുന്ന സമയത്ത് അക്ഷമ കാണിക്കുന്നതിന് പകരം അതിനെ സ്വീകരിക്കുക. എനിക്ക് ഈ രോഗം എപ്പോഴും ഒരു സത്യവിശ്വാസിക്ക് അത് ഖൈറാണ്. കാരണം ദോഷം പൊറുപ്പിക്കാനും ധാരാളം പ്രതിഫലങ്ങൾ നേടാനുള്ള ഒരു കാരണമാണ്. പക്ഷെ എന്നാലും അപ്പോഴും ആരോഗ്യത്തെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. രോഗത്തിന്റെ പേരിൽ അക്ഷമ കാണിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അതുകൊണ്ട് തന്നെ രോഗമുണ്ടായാൽ ചെയ്യേണ്ട രീതി എന്താണ്? ചികിത്സിക്കണം. ചികിത്സ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദാവൗ ഫഇന്നല്ലാഹ തആല ലം യദഅ ദാഅൻ ഇല്ലാ വദഅ ലഹു ദവാഅൻ ഇല്ലൽ ഹറം. വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രോഗം വന്നാലും നിങ്ങൾ ചികിത്സിക്കണം, ചികിത്സ അന്വേഷിക്കണം. റവാഹു തുർമുദി, ഇമാം തുർമുദിയും മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ വാർദ്ധക്യം എന്ന് ഇവിടെ ഉദ്ദേശിച്ച ഈ ഹദീസിന്റെ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമല്ലാത്ത എല്ലാ രോഗത്തിനും സത്യത്തിൽ ചികിത്സയുണ്ട്, ശമനം അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സിക്കണം. ഇനി ചികിത്സിക്കുന്ന സമയത്ത് ഒരു വിശഗ്വരനെ, ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവിടെ ആ ഡോക്ടർ എന്റെ മതക്കാരനാകണം, എന്റെ സംഘടനക്കാരനാകണം എന്ന കാഴ്ചപ്പാട് പാടില്ല. പൊതുവെ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയായാലും അവിശ്വാസിയായാലും മുസ്ലിം ആയാലും മുസ്ലിം അല്ലാത്തവനായാലും ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറെ വിശ്വസിക്കുകയും ആ ഡോക്ടറുടെ വിശേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ, ഇത് ഇന്നതാണ് രോഗം, ഇന്നതൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതം, ഇന്നതൊക്കെയാണ് ചികിത്സ, ഇന്ന മെത്തേഡുകൾ സ്വീകരിക്കണം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ അത് സ്വീകരിക്കാവുന്നതാണ്, സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ കള്ളല്ലാത്ത മറ്റ് നജസ്സുകൾ കൊണ്ട് ചികിത്സ അത് ബോധ്യം വന്നാൽ, അതുകൊണ്ട് ചികിത്സ ഉത്തമമാണ്, അത് ചികിത്സയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ചികിത്സ സ്വീകരിക്കൽ നമുക്ക് അനുവദനീയമാണ്. അപ്പോ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രോഗം സ്വാഭാവികമായും ചർച്ച ചെയ്യണമല്ലോ. രോഗം എപ്പോഴും ആ രോഗത്തിന് ചികിത്സ ഇത്തരം സംഗതികൾ ഉണ്ടാകാം. ധാരാളം വ്യത്യസ്തമായ ചികിത്സാ മുറകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സ ബോധ്യപ്പെട്ടാൽ ആ ചികിത്സ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് ഒരു നീതിമാനായ ഡോക്ടർ പറഞ്ഞാൽ ആ വിവരണത്തെ സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ
ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കൈക്ക് ഒരു പഴുപ്പ് വന്നിട്ട് ഡോക്ടർമാർ പറയുന്നത് മുറിച്ചു മാറ്റലല്ലാത്ത മറ്റു ശരണമില്ല, വഴിയില്ല. ആ സമയത്ത് അത് മുറിച്ചു മാറ്റാം. അല്ലെങ്കിൽ ഒരു അവയവം വെച്ചുപിടിപ്പിക്കുക, വെച്ചുപിടിപ്പിക്കല് ആ ശരീരത്തിന് ഉപകാരമാണെന്ന് ബോധ്യപ്പെട്ടാൽ വെച്ചുപിടിപ്പിക്കാം. അതുപോലെ പ്ലാസ്റ്റിക് സർജറി, ഇത്തരം സംഗതികൾ ചെയ്യാം. അത് ശരീരത്തിന്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, ഒരു മനുഷ്യന്റെ നിലവാരമുള്ള ജീവിതം, ഉദാഹരണത്തിന് മുഖത്ത് നിന്ന് ഒരു പീസ് എടുത്തുപോയി, ഒരു വികൃതമായ ഒരു രൂപമാണ്, അങ്ങനെ ആയി പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ ശരീരത്തിന്റെ മറ്റ് എല്ലായിടത്തും കാണാത്തൊരു ഭാഗത്ത് നിന്നൊരു പീസ് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി പോസിബിൾ ആണ്, അത് വിജയ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോ അത്തരം സംഗതികൾക്ക് വേണ്ടി ഇപ്പോ സഡേഷൻ കൊടുക്കുക, ബോധം കെടുത്തുക, അത്തരം സംഗതികളൊക്കെ ചികിത്സയുടെ ഭാഗമായി നമുക്ക് അനുവദനീയമാണ്. അപ്പോ ചികിത്സ. ഇനി മറ്റൊരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രക്തദാനം. രക്തദാനം, അത് നമുക്ക് രക്തം നജസാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് രക്തം വന്നാൽ ആ രക്തം നജസാണ്. പക്ഷെ രക്തം ഒരാൾക്ക് ഒരു ഉപകാരപ്പെടാൻ വേണ്ടി ദാനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ രക്തദാനം അനുവദനീയമാണെന്ന് മാത്രമല്ല, ആവശ്യഘട്ടങ്ങളിൽ അത് പുണ്യകരമാണ്. ഇതുപോലെ തന്നെ അവയവത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ വെക്കാൻ വേണ്ടി അവയവങ്ങൾ അനിവാര്യതയില്ലാതെ മുറിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ ഒരു മനുഷ്യന്റെ ആരോഗ്യം ഹനിക്കാതെ, മാനിക്കാതെ മറ്റൊരു മനുഷ്യന്റെ ആരോഗ്യം മാത്രം മാനിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങളോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളോ എടുത്തു മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് മനുഷ്യനെ പഴയ കാലത്തെ ജാതീയത കൊണ്ടുവരലാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മഹത്വവും മറ്റൊരു വിഭാഗത്തിന് മഹത്വം ഇല്ല എന്നുള്ള അവസ്ഥ കൊണ്ടുവരലാണ്. അത് പാടില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ സമയത്ത് പൊതുവിൽ മാനുഷികമായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരവയവം എടുത്താൽ അവിടെ തടസ്സമില്ല, ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന് ബോധ്യമുള്ള നീതിമാനായ ഡോക്ടർ പറയുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ജീവിതം രക്ഷപ്പെടാൻ ചാൻസും ഉണ്ട്. അത്തരം സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അവയവദാനം ചെയ്യുന്നതിൽ തെറ്റില്ല, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ അനിവാര്യമായ സമയങ്ങളിൽ ഇത്തരം സംഗതികളൊക്കെ ചെയ്യാവുന്നതാണ് എന്ന് മാത്രമല്ല, അനിവാര്യതക്കനുസരിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടതാണ് എന്ന് വരെ പറയാവുന്നതാണ്. ഇനി നമ്മള് ഡോക്ടർമാരെ, ഇത്തരം വിഷയങ്ങളിൽ നീതിമാനായ നമുക്ക് ബോധ്യമുള്ള ഡോക്ടർമാരെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, അംഗീകരിക്കാവുന്നതാണ്. ഇനി ഒരു മനുഷ്യന്റെ ശരീരത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലുള്ളതാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തെ വികൃതമാക്കാനോ അപകടപ്പെടുത്താനോ പാടില്ല. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പരാമർശം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവയവമാറ്റത്തെക്കുറിച്ചും ഞാൻ ഇവിടെ ചുരുക്ക വാക്കുകളിൽ ഞാനത് സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് ഓരോ വിഷയങ്ങളായി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണവും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർന്നും ഇതേ ക്ലാസ് ആരംഭിക്കും, തുടരും. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് പകർന്നു കൊടുക്കാവുന്നതാണ്. അള്ളാഹു എപ്പോഴും നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.